നമ്മുടെ കൊട്ടാരക്കര ഇനി വെറും കൊട്ടാരക്കരയല്ല, ഹൈടെക് കൊട്ടാരക്കരയാണ്. അതെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര IT കമ്പനികളിലൊന്നായ സോഹോ കോർപ്പറേഷന്റെ ഏറ്റവും പുതിയ ഇൻഡസ്ട്രിയൽ പാർക്ക് നമ്മുടെ കൊട്ടാരക്കരയിൽ ജൂലൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആഗോള ടെക് ഭീമനായ സോഹോയുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൂടിയാണിത്. ഇതോടെ നമ്മുടെ കൊട്ടാരക്കരയുടെ മുഖച്ഛായ തന്നെ മാറും. 3 വർഷം മുമ്പാണ് സോഹോ കോർപ്പറേഷൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു കമ്പനി ശ്രീ ശ്രീധർ വെമ്പു, ടോണി തുടങ്ങിയ അവരുടെ ഫൗണ്ടേഴ്സുമായിട്ട് സംസാരിച്ചിരുന്നു. അവരത് കഴിഞ്ഞ് പലതവണ ഇവിടെ വന്നു. അങ്ങനെ ഒരു R&D സെന്റർ തുടങ്ങി IHRD ക്യാമ്പസിൽ 50 പേർക്ക് താഴെയുള്ള R&D സെന്റർ. എന്തായാലും സോഹോ കോർപ്പറേഷന്റെ സ്വന്തമായ ഒരു IT പാർക്ക് നെടുവത്തൂരിൽ അവർ ഒരു സ്ഥലം വാങ്ങി ആ IT പാർക്ക് പൂർത്തിയായിരിക്കുകയാണ്. 250 പേർക്കുള്ള IT പാർക്ക് ജൂലൈ മാസം 2-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സമയം അവർ ചോദിച്ച് കിട്ടിയിരിക്കാം. നമുക്ക് വലിയൊരു സാധ്യതയാണ്. ബിസിനസ്സുകൾക്കായി ഒരു കൂട്ടം ആപ്ലിക്കേഷനുകൾ നൽകുന്ന ക്ലൗഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ കമ്പനിയാണ് 1996 സ്ഥാപിതമായ സോഹോ. അതിവേഗമാണ് സോഹോ ലോകത്തെ ഏറ്റവും വിജയകരമായ ടെക് കമ്പനികളൊന്നായി മാറിയത്. നമ്മൾ കേട്ടിട്ടുള്ള മിക്ക ആഗോള കമ്പനികളും മാരുതി, ഹ്യുണ്ടായ്, ടൊയോട്ട തുടങ്ങി നമ്മുടെ സ്വന്തം എന്തിന് സ്വിഗ്ഗി വരെ ഇന്ന് ഉപയോഗിക്കുന്നത് സോഹോയുടെ സോഫ്റ്റ്വെയർ ആണ്. ആ കമ്പനിയാണ് നമ്മുടെ സ്വന്തം കൊട്ടാരക്കരയിലേക്ക് വരാൻ പോകുന്നത്. നെടുവത്തൂരിൽ സ്ഥാപിച്ച അത്യാധുനിക സൗകര്യങ്ങളുള്ള മിനി IT പാർക്കിൽ 250 IT പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാനാകും. സാധാരണഗതിയിൽ ഒരു IITയിൽ നിന്ന് പാസ്സാവുന്ന കുട്ടികൾക്ക് പോലും കിട്ടാത്തത്ര രീതിയിലുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് കൊട്ടാരക്കര പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഈ കുട്ടികൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കിൽ അക്വിസിഷൻ കമ്പനിയല്ല സോഹോ. സോഹോ ഒരു സ്കിൽ ജനറേറ്റിംഗ് കമ്പനിയാണ്. അതായത് കുട്ടികളെ എടുത്ത് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്ന ഒരു മോഡലാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ട് റോബോട്ടിക്സ്, AI ഏരിയയിലാണ് ഇവിടെ റിസർച്ച് നടത്തുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു തുടക്കം എന്ന് പറയുന്നത് ശ്രീധർ വെമ്പു സാറ് ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്ററായിട്ട് ട്രിവാൻഡ്രത്ത് വരികയും അതിൻ്റെ ഭാഗമായി ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീ KN ബാലഗോപാലുമായി ഒരു മീറ്റിംഗ് നടത്തുകയും ഈ റൂറൽ ഏരിയാസിൽ ഇത്തരത്തിൽ സെൻറ്റേഴ്സ് വരുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ തമ്മിൽ സംസാരിക്കുകയും അതിനെ തുടർന്ന് മിനിസ്റ്റർ തന്നെ തെങ്കാശിയിലെ സോഹോയുടെ സെൻറ്റർ സന്ദർശിക്കുകയും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു സെന്റർ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റും കൈകോർത്തതോടെ കൊട്ടാരക്കര കേരളത്തിന്റെ നോളജ് ഹബ് ആകണമെന്ന ധനമന്ത്രിയുടെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ചുവടുവെച്ചു. കൊട്ടാരക്കരയിൽ ആദ്യം സ്ഥാപിച്ചത് IHRD ക്യാമ്പസിൽ സോഹോയുടെ അത്യാധുനിക ഗവേഷണ വികസന കേന്ദ്രമാണ്. ഇവിടെ AI, റോബോട്ടിക്സ് എന്നിവ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നു. കൊട്ടാരക്കര പലതുകൊണ്ടും ഈ ഒരു റോബോട്ടിക്സ് ഡെവലപ്മെൻറ്റ് എക്കോസിസ്റ്റത്തിന് പറ്റിയൊരു സ്ഥലമാണ്. അത് നമുക്ക് ഒരുപാട് സാമ്പത്തികമായ, സാംസ്കാരികമായ, സാങ്കേതികമായ കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. സോഹോയുടെ ആസ്ഥാനമായ തെങ്കാശി എന്ന് പറയുന്നത് ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ഞങ്ങൾ നിലവിൽ കൊച്ചിയിലാണുള്ളത്. കൊച്ചിയിൽ കോയമ്പത്തൂർ അടുത്തായിരുന്നു. വല്ലാർപാടം കണ്ടെയ്നർ, അങ്ങനെ കൊച്ചി പലതുകൊണ്ടും പല യാത്രാ സൗകര്യങ്ങൾ കൊണ്ടും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്, ഇപ്പോഴുമാണ്. പക്ഷേ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വന്നതോടുകൂടി പിന്നെയും കൂടുതൽ സാധ്യത ട്രിവാൻഡ്രം ഭാഗത്തേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം വിഴിഞ്ഞം പോർട്ടിൻ്റെ സാമീപ്യം അവിടുന്ന് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ എനിക്കൊരു 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്താൻ സാധിക്കും. ഗ്രാമപ്രദേശങ്ങളിലും ചെറുകിട നഗരങ്ങളിലും ഉയർന്ന നിലവാരമുള്ള സാങ്കേതിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വർക്ക് നിയർ ഹോം സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതോടെ കേരളത്തിൽ നിന്നും യുവാക്കൾക്ക് ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. മികച്ച ജോലിയും വരുമാനവും നാട്ടിൽ തന്നെ ഉറപ്പാക്കാനാകും. വിദ്യാഭ്യാസ രംഗത്തും വൈജ്ഞാനിക രംഗത്തും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി, ഒരു ജില്ലയായി, ഒരു ഗ്രാമമായി കൊട്ടാരക്കര മാറുകയാണ്. സോഹോ വന്നതോടെ കൊട്ടാരക്കര ഇന്ത്യൻ IT ഭൂപടത്തിൽ പുതിയ ഇടം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഉറപ്പിച്ചു പറയാം, കൊട്ടാരക്കര മോഡൽ കേരളത്തിനാകെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാകും.